ഫ്രണ്ട്സ് എല്ലാവർക്കും റീസെന്റ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് സീഡികളായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഉണ്ടായിരുന്ന കുറച്ച് പഴയ സീഡികളാണ്. കേരളമായിട്ട് സ്ക്രാച്ച് പോലെ നാശമായി പോയ പഴയ സീഡികൾ. ഇത് വെച്ചിട്ട് നമ്മൾ 5 അടിപൊളി ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ വർക്കുകളാണ്. അതിന് ചിലവൊന്നും വരുന്നില്ല. മൊത്തം വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യണേ. ഗൂഗിൾ മാത്രമേ നമ്മൾ എക്സ്ട്രാ ആയിട്ട് സംഭവം ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു തന്നിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് ഇടാം. ഫ്രണ്ട്സ്, നമുക്ക് 25 mm ഒരു PVC പൈപ്പും 2 പഴയ സീഡുകളുമാണ് ആവശ്യമുള്ളത്. PVC പൈപ്പിൻ്റെ 2 എൻഡിലും ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് 2 സീഡും PVC പൈപ്പിൽ ഒട്ടിച്ച് വയ്ക്കാം. ഡിസ്കുകൾ ഒട്ടിച്ച ശേഷം PVC പൈപ്പിൻ്റെ പുറത്തും നമുക്ക് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് സീഡിയിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. സീഡിയിൽ പെയിന്റ് അടിക്കുമ്പോൾ പെയിന്റ് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫാബ്രിക് പെയിന്റ്, ഞങ്ങളിപ്പോൾ ഇവിടെ റെഡാണ് എടുത്തിരിക്കണേ, അത് നമുക്ക് സീഡിയുടെ ടോപ്പിൽ അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. ടോപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസും കൂടി അടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാബ്രിക്കിന് പകരം വേണമെങ്കിൽ സ്പ്രേ പെയിന്റ് ഒക്കെ അടിക്കാം. ഇതിപ്പോൾ സ്പ്രേ പെയിന്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ കോസ്റ്റ് വരും. ഇതാകുമ്പോൾ വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. സ്പ്രേ പെയിന്റ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ സീഡുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടാക്കിയേക്കാണ്. അതിലേക്ക് നമുക്കിനി സാധനങ്ങൾ വെക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. ലൈറ്റ് വെയിറ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ്. എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. ഒരു സൈഡ് എടുത്തിട്ട് ഒരു മാർക്കർ ഉപയോഗിച്ച് ഞങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഡ്രില്ല് ഉപയോഗിച്ച് ഒരു ഹോൾ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഈ മാർക്ക് ചെയ്യണത്. ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്ക് ഡ്രില്ല് വെച്ച് ഹോൾ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ ഹോളുകൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രില്ല് ചെയ്ത ഹോളിന് പാകമാവുന്ന 4 സ്ക്രൂ എടുത്ത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ആ സ്ക്രൂ ശരിക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം. സെൻറ്ററിലുള്ള ആ ഹോള് നമുക്ക് ചുമരിലൊക്കെ ഇത് ആണിയടിച്ച് തൂക്കിയിടാനുള്ളതാണ്. സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീഡിയിൽ പെയിന്റ് പിടിക്കാൻ വേണ്ടി ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇനി നമുക്കിതിൽ നമ്മുടെ ഫാബ്രിക് പെയിന്റ് അടിക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ കിളിപ്പച്ച കളറാണ് അടിക്കണേ. ഞങ്ങളിപ്പോൾ എല്ലാം കാണിക്കാത്തത് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെയിന്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ചെറുതായിട്ട് സിൽക്ക് ആഡ് ചെയ്യാം. ഈ സിൽക്ക് അടിക്കുന്നത് നമ്മൾ സൂര്യപ്രകാശത്തൊക്കെ ഇത് നോക്കുമ്പോൾ ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള കീ ചെയിൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്കൊരു സീഡിയും 5 പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ക്യാപ്പുമാണ് വേണ്ടത്. ഇനി നമുക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതിലെ ക്യാപ്പുകൾ സീഡിയിൽ ഉറപ്പിക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കണത് നമ്മൾ പെയിൻ്റൊക്കെ ഫാബ്രിക് പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് പെയിൻറ് മിക്സ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ഏറ്റവും സിംപിളസ്റ്റ് പാലറ്റാണ് നമ്മൾ ഉണ്ടാക്കണേ. ഇനി നമുക്ക് നമ്മുടെ ഫാബ്രിക് പെയിന്റ് മിക്സ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയിലത്തെ സീഡിയിൽ പെയിന്റ് അടിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങൾ മിക്സ് ചെയ്യണ ഒരു ചെറുതായിട്ടാണ് കാണിക്കണേ. ഇനി നമുക്കൊരു സീഡിയും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വേണ്ടത്. ഇനി ആ കുപ്പിയുടെ കർവ് ഷേപ്പ് ഉള്ളവിടെ വരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
ഇനി നമുക്ക് ആ കുപ്പിയുടെ ക്യാപ്പിൽ കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് CD-യുടെ ഏകദേശം സെൻറ്ററിലായിട്ട് ഉറപ്പിക്കാം. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ CD-യുടെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇവിടെ വൈറ്റ് പെയിൻ്റാണ് അടിക്കണേ. ഇനി നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക്കിൽ ചുവന്ന പെയിന്റ് അടിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ പെയിന്റിങ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ അതിൽ ഇട്ട് വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതൊരു പെൻ ഹോൾഡർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രഷ്, പെയിന്റിങ് ബ്രഷ്, പെയിന്റ് ഒക്കെ വെക്കാവുന്ന ഒരു ഹോൾഡർ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഞങ്ങളിവിടെ 3 CD ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു CD-യുടെ സെന്ററിൽ ഞങ്ങൾ മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഒരു ഡിസ്കിന്റെ ഡയേനെയും കാട്ടിയും ഒരു 1/2 സെന്റിമീറ്റർ എടുത്ത് കൂട്ടിയിട്ടിട്ട് ഒരു തുണി സർക്കിൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ CD-യിൽ ഒട്ടിക്കാം. ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അത് ഒട്ടിച്ച് തീർക്കാം. ഇപ്പൊ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ CD-യിലും ഇതേപോലെ തന്നെ ഒട്ടിക്കാം. ഞങ്ങളിവിടെ പൂവിന്റെ ഡിസൈനുള്ള ഒരു തുണിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ കളറും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ഡിസ്കുകൾ തമ്മിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം അതിൻ്റെ വലുപ്പത്തിനായിട്ടും കുറച്ചുകൂടി കൂട്ടിയിട്ടിട്ട് വേറൊരു തുണി നമുക്കതിൽ ഒട്ടിച്ചു വെക്കാം. ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം. ഇനി നമുക്കൊരു വാട്ടർ ലെവലിന്റെ പൈപ്പ് എടുത്തിട്ട് നമ്മുടെ സെമി സർക്കിളിൽ കട്ട് ചെയ്ത ഈ CD-യില് മേലെ നമുക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഇത് നമ്മൾ ചെയ്യണത് നമ്മൾ ഇതിന്റെ മേലെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിൽ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഡിസ്കിന്റെ ഏകദേശം സെന്ററിലായിട്ട് നമുക്ക് ഒട്ടിക്കാം. ഈ ഡിസ്കിന്റെ സെന്ററിൽ ഒട്ടിച്ച ശേഷം നമുക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ആ വാട്ടർ ലെവലിന്റെ പൈപ്പ് നമുക്ക് CD-യിൽ ഒട്ടിക്കാം. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് യോജിപ്പിക്കാം. ഒട്ടിച്ച ശേഷം ഇത് നമുക്ക് വാളിലൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നൂല് ഉപയോഗിച്ചിട്ട് ഒരു ഹുക്ക് ഇതിൽ വെച്ച് പിടിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ വർക്ക് തീർന്നിട്ട് ഇനി നമുക്ക് അതിൽ ആവശ്യമായ സാധനങ്ങൾ വെക്കാം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ട്രഡീഷണൽ ലുക്ക് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങളിവിടെ ഉപയോഗിച്ച ഗ്ലൂ ഗണ്ണിന് പകരം നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ പോലെയുള്ള പശകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെയുള്ള പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഇതേപോലെയുള്ള പുതുപുത്തൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ റീസെന്റ് ഐഡിയാസ് സൈനിങ് ഔട്ട്.